കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഏപ്രിൽ 7-ാം തീയതി ഞായറാഴ്ച മലങ്കര ഓർത്തഡോക്സ് സുറിയാനി അനുസഭ കാതോലിക്ക ദിനം അഥവാ സഭ ദിനം ആഘോഷിക്കുകയാണ്. കാതോലിക്കേറ്റ് എന്ന് പറയുന്നത് ഒരു സഭയുടെ പരമാധികാരത്തിൻ്റെ ഒരു ലക്ഷണം കൂടിയാണ്. നമ്മുടെ പിതാക്കന്മാർ ഏറെ ആഗ്രഹിക്കുകയും അധ്വാനിക്കുകയും ചെയ്തതിൻ്റെ ഫലമാണ് ഈ മലങ്കര സഭ ഒരു വിദേശ സഭയുടെയും കീഴിലല്ല. ഇത് ഒരു തദ്ദേശീയ സഭയാണ്. AD 52 പരിശുദ്ധ മാർത്തോമാ ശ്ലീഹ ഇവിടെ വരികയും സുവിശേഷം അറിയിക്കുകയും ദേവാലയങ്ങൾ സ്ഥാപിക്കുകയും പുരോഹിതന്മാരെ ഓരോ ദേവാലയങ്ങളിലെ നിയമിക്കുകയും ചെയ്തു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണ ശേഷം തന്നെ പരിശുദ്ധ മാർത്തോമാ ശ്ലീഹ ഭാരതത്തിലേക്ക് വന്നു എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു സ്ഥാനവും പദവിയുമാണ്. എന്നാൽ ഇടക്കാലങ്ങളിൽ കാതോലിക്കേറ്റ് എന്ന സ്ഥാപനം ഇവിടെ ഉണ്ടാകാതിരിക്കത്തക്കവണ്ണമുള്ള അധിനിവേശ ഭരണക്രമം ഇവിടെ വന്നു. അതുകൊണ്ട് ഇവിടുത്തെ സഭ അതിൻ്റെ തനിമ നഷ്ടപ്പെട്ട വിധത്തിൽ മുന്നോട്ട് പോകേണ്ടി വന്നു. എന്നാൽ 1935 കാതോലിക്ക ദിനം അഥവാ കാതോലിക്ക നിധി എന്ന നിലയിൽ ഒരു ധനസമാഹരണം നടത്തിയതായി ചരിത്രത്തിൽ കാണുന്നുണ്ട്. ധനസമാഹരണത്തെക്കാൾ ഉപരിയായി നമ്മുടെ അടിസ്ഥാന സ്വത്വം അഥവാ സ്വാതന്ത്ര്യം അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലായിട്ടാണ് ആ ധനസമാഹരണം അന്ന് ആരംഭിച്ചത്. എന്നാൽ ഇവിടെ പരിശുദ്ധ അബ്ദൽ മശിഹ പാത്രിയർക്കീസ് ബാവ തിരുമേനി 1912 മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയ്ക്ക് കാതോലിക്കേറ്റ് പദവി നൽകുകയുണ്ടായി. അതിനർത്ഥം മേൽപ്പട്ടക്കാരെ വാഴിക്കുവാനും പരിശുദ്ധ മൂറോൻ കൂദാശ ചെയ്യുവാനുള്ള അധികാരം ഇവിടെ തന്നെ ഉള്ള പരിശുദ്ധ സുന്നകദോസനും കാതോലിക്കായ്ക്കും ഒക്കെ നൽകുന്ന ഒരു പദവിയാണ് ഈ കാതോലിക്കേറ്റ് മുഖാന്തരമായിട്ട് ഈ സഭയിലുണ്ടായ പ്രത്യേകത. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഈ കാതോലിക്കേറ്റ് എന്നുള്ള സ്ഥാപനം ദുർബലപ്പെട്ടുകൂടാ. അത് ദുർബലപ്പെടുന്ന പക്ഷം നമ്മളെ തന്നെ ഐഡൻറ്റിറ്റി, സ്വാതന്ത്ര്യം, സ്വയം ശീർഷകത്വം ആദിയായവ സമ്പൂർണ്ണമായി നഷ്ടപ്പെടും. അതിനനുവദിച്ചുകൂടാ എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയായിട്ട് ഞാൻ കാണുന്നത്. കുറേ പേരെങ്കിലും നാം മറ്റ് അന്ത്യോക്യ സിറിയൻ സഭയുടെ ഒരു ഭാഗമായി ഇരുന്നാൽ മതി എന്ന് വിചാരിക്കുന്നവർ കാണാം. പക്ഷേ അത് നമ്മുടെ ദേശീയതയ്ക്ക് വിരുദ്ധമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ 2017 ജൂലൈ മാസം 3-ാം തീയതി നമുക്ക് ലഭിച്ച ഭാരതത്തിൻ്റെ അത്യുന്നത നീതിപീഠത്തിൽ നിന്ന് ഈ സഭയുടെ സ്വാതന്ത്ര്യവും തദ്ദേശീയതയും എല്ലാം അരക്കിട്ടുറപ്പിച്ച് വിധിന്യായം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു നിയമപരമായ നിലയിൽ ഈ സഭ സ്വതന്ത്രമാണ്. അതുമാത്രവുമല്ല, ഭാരത സംസ്കാരത്തിനോട് അനുയോജ്യമായ വിധത്തിൽ ഉള്ള ഒരു ക്രൈസ്തവ ജീവിതശൈലിക്ക് മാത്രമാണ് ഭാവിയിൽ കൂടുതൽ ബലവും കരുത്തുമുള്ളത് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാതോലിക്ക ദിനം എന്ന് പറയുന്നത് അത് ഏറ്റവും നന്നായി ആഘോഷിക്കത്തക്കവണ്ണം നമ്മുടെ ചെറുതലമുറയ്ക്ക് അത് ഓർമ്മപ്പെടുത്തി അതിൽ എല്ലാവരും പങ്കാളിയാകണം. കാതോലിക്കേറ്റിന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കണം. ആ പദവി നഷ്ടപ്പെടാത്ത വിധത്തിൽ പുലർത്തുകയും നടത്തുകയും ചെയ്യുവാനുള്ള ഉത്തരവാദിത്വം ഇന്നത്തെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയ്ക്ക് അവകാശമുണ്ട്. അത് നിലനിർത്തുവാനിടയാകട്ടെ എന്ന് ആശംസിച്ച് വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു.